Hello guys, welcome back to my YouTube channel. Soft voice, strong show, infinite spark. Welcome to me. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കാണുന്ന എല്ലാ പ്രേക്ഷകരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എപ്പിസോഡാണ് വീക്കെൻഡ് എപ്പിസോഡ്. അതായത് സാറ്റർഡേ സൺഡേ ഉള്ള ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് കാണാൻ എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം ഇന്നത്തെ പ്രൊമോ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ലക്ഷ്മിയുടെ നേരെ ഫയർ ചെയ്തുകൊണ്ട്, അതായത് ലക്ഷ്മി പറഞ്ഞിട്ടുള്ള കാര്യം വിവാദമായതിനെ തുടർന്ന് അതിനെതിരെ സംസാരിക്കുന്ന ലാലേട്ടനെയാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിസോഡ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ എല്ലാ പ്രേക്ഷകരെ പോലെയും ഞാനും ക്യൂരിയോസിറ്റിയോടെ നിൽക്കുമായിരുന്നു. അങ്ങനെ 9 മണിയായപ്പം ഞാൻ എപ്പിസോഡ് കാണുകയും ചെയ്തു, ഫുള്ളായിട്ട് കാണുകയും ചെയ്തു. ഇന്നാരും എലിമിനേറ്റ് ആയിട്ടില്ല, അതായത് എവിക്റ്റഡ് ആയിട്ടില്ല. പിന്നെ പ്രമോയിൽ കാണുന്ന പോലെ തന്നെ നല്ല രീതിയിൽ ലക്ഷ്മിയുടെ നേരെ, ലക്ഷ്മി പറഞ്ഞ ആ ഒരു വിവാദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന് നേരെ നല്ല രീതിയിൽ ലാലേട്ടൻ ഫയർ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആരാണ് ഈ ഒരു അവകാശം അല്ലെങ്കിൽ അധികാരം തന്നത് ഇവർക്കെതിരെ ഇങ്ങനെ പരാമർശിക്കാനുള്ള, ഒരു വിവാദമായിട്ടുള്ള ഒരു കാര്യം ഇവർക്കെതിരെ ഉന്നയിക്കാനായിട്ട് നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് എന്ന് നല്ല രീതിയിൽ ഫയർ ചെയ്തുകൊണ്ട് തന്നെ ലാലേട്ടൻ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ലെസ്ബിയൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്തോണ്ട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ചോദിച്ചപ്പം ഈ ഒരു ലക്ഷ്മി ഉരുണ്ട് കളിക്കുകയായിരുന്നു. അതായത് ലക്ഷ്മിക്ക് ഒന്നും തന്നെ പറയാനില്ലായിരുന്നു. മുന്നിലുള്ള ലൈവ് എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ലക്ഷ്മി പറഞ്ഞു പോയത് കൂടിപ്പോയി എന്നുള്ളത് ലക്ഷ്മിക്ക് തന്നെ മനസ്സിൽ, അതായത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെ വേണമെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ടുള്ള തെറ്റ് ഞാൻ തിരുത്തി പറയാൻ റെഡിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ലക്ഷ്മി പറയുന്നത് നമ്മൾ അവിടെയോടെയും കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞ കാര്യം, അതായത് വായിൽ നിന്ന് പോയ വാക്ക് പിന്നെ തിരിച്ചെടുക്കാനൊന്നും നമുക്ക് കഴിയില്ല. അത് അവർക്ക് എത്രമാത്രം രീതിയിൽ ഹേർട്ടായിട്ടുണ്ട് അതൊന്നും നമുക്ക് ഒരിക്കലും മാറ്റിക്കളയാനും പറ്റില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ ലാലേട്ടൻ പിന്നെയും പറയുന്നത്. അതായത് നിങ്ങൾക്ക് ആരാണ് ഇവരോട് ഇങ്ങനെയൊക്കെ പറയാനുള്ള, അതായത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാരാണ് ഇവര് എന്നുള്ള രീതിയിൽ സംസാരിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ആരാണ് തന്നെ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഇവിടെ ലാലേട്ടൻ ഫയർ ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഉത്തരം മുട്ടിപ്പോവാണ്. അതായത് ലക്ഷ്മിയുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു മസ്താനിയാണ്. പക്ഷെ മസ്താനി വരെ ഇവിടെ മാറ്റി പറഞ്ഞു, ലക്ഷ്മി മാത്രമായി. പക്ഷെ ലക്ഷ്മി ആ ഒരു സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അതായത് എനിക്ക് ഇവരെ, അതായത് ലെസ്ബിയൻ കപ്പിൾസിനെ നാച്ചുറലൈസ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കാണാൻ പറ്റില്ല എന്നുള്ള കാര്യം ലക്ഷ്മി ഇവിടെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അപ്പം ഞങ്ങൾ ചെയ്തത് തെറ്റാണോ? ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എവിടെയാണ് കിടക്കുന്നത്? ഇന്നും ഇന്നത്തെ കാലത്തേക്ക് നിങ്ങൾക്ക് ഇതുവരെ ബസ്സൊന്നും കിട്ടിയിട്ടില്ലേ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ലാലേട്ടൻ ഇവിടെ ദേഷ്യപ്പെട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ താല്പര്യം നിങ്ങൾ മാത്രമാണ് നിശ്ചിതമാണ്. നിങ്ങളുടെ സമൂഹത്തിൽ ജീവിക്കാൻ മറ്റൊരാളെ നിങ്ങൾ പ്രേരിപ്പിക്കരുത്. അപ്പോൾ ഷോയിൽ നൽകിയപ്പോഴോ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്, ലാലേട്ടന്റെ ഈ ഒരു പറയലിന് ഇവിടെ നല്ല ക്ലാപ്പായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് ആദലയും നൂറയും ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ഇവരെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകുമല്ലോ, എനിക്കതിലൊരു കുഴപ്പമില്ലല്ലോ. പുരോഗമനമായിട്ട് ചിന്തിക്കുന്ന ആരും ഇവരെ തള്ളി പറയില്ല എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ ഇവർക്കെതിരെ, അതായത് ലക്ഷ്മിക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ആദിലേന്റെയും നൂറിന്റെയും കൂടെ നിന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിയാണ്, ഈ ഒരു ആദിലേന്റെയും നൂറിന്റെയും കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ആൾക്കാർ തന്നെയായിരുന്നു ഈ ഒരു ലെസ്ബിയൻ കപ്പിൾസ്. പക്ഷെ ഈ ഒരു ബിഗ് ബോസിനുള്ളിൽ വന്നു കഴിഞ്ഞപ്പം അവർക്കൊരു 100% ഹെയ്റ്റേഴ്സും അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് കുറവുണ്ടായിരുന്നെങ്കിൽ അതിലൊരു 50%-ഓളം ഹെയ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചിന്താഗതി, ഇവർക്കെതിരെയുള്ള നെഗറ്റീവ് ചിന്താഗതി ഒരു വിധമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ലാലേട്ടൻ ഇവിടെ ചോദിക്കുന്നുണ്ട്, ഇവരിതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ, ആദിലയും നൂറയും ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ, എന്നിട്ടും നിങ്ങൾ എന്തിനാണ് ഇവിടോട്ട് വന്നത്? അത് ശരിയാണ്, ഇവരെ ഈ ഒരു ലെസ്ബിയൻ കപ്പിൾസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ
അതായത് ഇവരുടെ കൂടെ വന്ന ആളല്ലല്ലോ ലക്ഷ്മി രണ്ടാമത് ഇവരുടെ കൂടെ ജോയിൻ ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ലക്ഷ്മിക്ക് നേരത്തെ അറിയാമായിരുന്നു ഇവിടെ ഒരു ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ട് എന്നുള്ളത്. അപ്പം അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഇവിടെ വരേണ്ട ആവശ്യമില്ലായിരുന്നു. വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ് ലാലേട്ടൻ ഇവിടെ ചോദിച്ചത്. അതിന് വലിയ ക്ലാപ്പും ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ലക്ഷ്മി എന്ന് പറയുന്ന ആളെ ജനങ്ങൾ എത്രമാത്രം വെറുക്കുന്നുണ്ടെന്നുള്ളത്. ഇവര് ശരിക്ക് വേദലക്ഷ്മി ഒന്നും അല്ല, വിഷലക്ഷ്മി എന്ന് വേണം ഇവരെ പറയാനായിട്ട്. അതുപോലെയാണ് ഇവരുടെ വായിന്ന് വരുന്ന ഓരോരോ വാക്കുകൾ. പിന്നെ ഈ ഒരു ഒനീലിനെതിരെ പറഞ്ഞിട്ടുള്ള കാര്യം ഇന്ന് റിയാക്ട് ചെയ്തിട്ടില്ല. നാളെയാണ് അതിനുവേണ്ടി ലാലേട്ടൻ മാറ്റി വെച്ചിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്നും പറഞ്ഞാൽ പോരാ എന്നാണ് ലാലേട്ടൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആദിലയ്ക്കും നൂറയ്ക്കും എതിരെ വന്നിട്ടുള്ള ഈ ഒരു വിവാദമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് അവർ തന്നെ നല്ല രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം. എന്ന് എനിക്ക് ഒരു ഇത് പറയണം തോന്നിയിട്ടുണ്ട്. കാരണം ഇവര് പറഞ്ഞത് ഇൻഫ്ലുവൻസ് ആവുന്നതാണ്. നമ്മുടെ സെക്ഷുവാലിറ്റി ഒക്കെ നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് ഉണ്ടാവുന്ന ഒരു സംഗതിയാണ്. അതൊരു പർട്ടിക്കുലർ ടൈമിൽ എത്തുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അല്ലാതെ ഒരു പൊട്ടത്തരം പറയുന്ന പോലെ ആരും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ ഹെറ്ററോസെക്ഷൽസിനെ എല്ലാവരും എനിക്ക് നോക്കി ഇൻഫ്ലുവൻസ് ചെയ്തൊരു ഹോമോസെക്ഷൽസ് ആക്കാം. ദാറ്റ്സ് നോട്ട് പോസിബിൾ. ഇവിടെ ആദില വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങളെ കണ്ടിട്ട് ഒരാളും വഴി തെറ്റാനുള്ള ഒരു ചാൻസും ഇല്ല. കാരണം ഒരു ലെസ്ബിയൻ കപ്പിൾ ആവുക അല്ലെങ്കിൽ ഒരു ഹോമോസെക്ഷുവാലിറ്റി നമുക്കുള്ളിൽ ഫീൽ ചെയ്യുന്നത് അത് ആരെയും കണ്ടിട്ട് അങ്ങനെ ആവാൻ പറ്റില്ല. അത് ജനറ്റിക്കലി നമ്മുടെ ഉള്ളിൽ നമ്മൾക്കുള്ള ഒരു അട്രാക്ഷൻ ഓപ്പോസിറ്റ് സെക്സിനോടല്ല, സെയിം അതായത് ഹെട്രോസെക്സ് അല്ലാതെ ഹോമോസെക്സിനോടാണ് നമുക്ക് ഫീല് വരണമെങ്കിൽ അത് ആർക്കും മാറ്റാൻ പറ്റില്ല. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുള്ളൂ. അതായത് ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ഒരാള് ഞങ്ങളെ കണ്ടിട്ട് ഇപ്പം ഹോമോസെക്ഷൽ ആയിട്ട് ഒരിക്കലും മാറില്ല എന്നുള്ള ഒരു കാര്യം ഇവിടെ അതിൽ നല്ല വൃത്തിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരിക്കലും ഇതൊരു മനോരോഗമോ അല്ലെങ്കിൽ പകരുന്ന അസുഖമോ ഒന്നുമല്ല. അത് ജനറ്റിക്കലി അവർക്ക് അങ്ങനെയാണ് ഫീലിംഗ്, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതായത് ഹെട്രോസെക്ഷലിനോട് അവർക്ക് ഫീലിംഗ് ഇല്ല, ഹോമോസെക്ഷലിനോടാണ് അവർക്ക് ഫീലിംഗ് ഉണ്ടായിരുന്നത്. അത് അവരെ ലൈഫിന്റെ ഒരു സ്റ്റേജിൽ അവർ റിയലൈസ് ചെയ്യുകയും ചെയ്തു. അതിലൂടെ അവർ ഒന്നിക്കുകയും ചെയ്തു. അങ്ങനെ മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരിതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ഒരാൾ ഞങ്ങളെ കണ്ട് ഒരിക്കലും ഹോമോസെക്ഷൽ ആയിട്ട് മാറില്ല എന്നുള്ളത്. അത് ഉറപ്പാണ്. അല്ലാതെ നമുക്ക് ഇപ്പം ഓപ്പോസിറ്റ് സെക്സിനോടാണ് അട്രാക്ഷൻ തോന്നുന്നെങ്കിൽ അതൊരിക്കലും ഇവരെ കണ്ടുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല. ഉറപ്പുള്ള കാര്യമല്ലേ. അപ്പം അതുകൊണ്ട് തന്നെയാണ് പറയണത്, നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദിലയും നൂറയും നമ്മളെപ്പോലെ തന്നെ ഓരോരോ വ്യക്തികളാണ്. ഹോമോസെക്ഷുവാലിറ്റി അവരുടെ ഉള്ളിൽ അതാണ് അവരുടെ ഫീലിങ്സ് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നല്ല രീതിയിൽ ജോലി ചെയ്ത് നല്ല രീതിയിൽ മാന്യമായിട്ട് ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. അവരെ ഒരിക്കലും ലക്ഷ്മിക്ക് ഇങ്ങനെ തരം താഴ്ത്തി കാണിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആൾക്കാർ എന്നൊന്നും അപവാദം പറയാനോ ഒന്നും പറ്റില്ല. ലക്ഷ്മിക്ക് നല്ല രീതിയിലുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അവസാനമായപ്പോഴത്തേക്ക് ലാലേട്ടന്റെ സൈഡിലും ഈ ഒരു ആദിലയ്ക്കും നൂറയ്ക്കും വേണ്ടി ഒരുപാട് കയ്യടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വേദലക്ഷ്മിയും മസ്താനിയും അവിടെ ഒന്നും ആവാതെ, അതായത് ഒന്നും മിണ്ടാൻ പോലും ശബ്ദിക്കാൻ പോലും പറ്റാതെ നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കിടലനായിരുന്നു. അപ്പം നാളത്തെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇവരിൽ ആരോ ഒരാൾ തന്നെയാണ് നാളെ പുറത്തു പോകാനുള്ളത് എന്നാണ് നമുക്ക് എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. അവരവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു മസ്താനി ഇനി ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എവിക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും മിണ്ടാതെ ഇറങ്ങി പോകും. അങ്ങനെയൊക്കെ അവരവിടെ ഇരുന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരിൽ ഒരാൾ തന്നെയാണ് എവിക്റ്റഡ് ആയിട്ട് പുറത്തു പോകുന്നത്. അതങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം ഇത്രയും വിഷം തുപ്പുന്ന, അതായത് സമൂഹത്തിൽ ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത സ്വഭാവമുള്ള ആൾക്കാരെ എന്തിനാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് കുഞ്ഞു മക്കൾ മുതൽ ഒരുപാട് പേര് കാണുന്ന ഷോ ആണിത്. അപ്പം ഇങ്ങനെ വിഷം തുപ്പുന്ന ആൾക്കാരൊന്നും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചോണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. മനുഷ്യനായിട്ട് സമൂഹത്തിൽ അംഗീകരിക്കാനും അവരായിട്ട് കാണാനും ഉൾക്കൊള്ളാനും പറ്റുന്ന ആൾക്കാരെയല്ലേ നമുക്കിനി മുന്നോട്ടുള്ള തലമുറയ്ക്ക് വേണ്ടത്. അതൊക്കെയാണ് ഈ ഷോയിലൂടെ ഇവർ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് നേരെ വിപരീതമായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്തിനാണ് അതിനുള്ളിൽ വേണ്ടത് അല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തിക്കൊള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.